ഇന്ന് ഞങ്ങളുടെ യാത്ര കർണാടകയിലെ മനോഹരമായൊരു വാട്ടർഫാളിലേക്കാണ്. ശിവനസമുദ്ര. അവിടെ 2 വാട്ടർഫാളുകളാണുള്ളത്, ബാരാചുക്കി ആൻഡ് ഗഗനാചുക്കി. പോകുന്ന വഴിയിലെ കാഴ്ച വളരെ മനോഹരമാണ് കേട്ടോ. നമ്മുടെ കേരളമാണോ എന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകളാണ്. കരിമ്പിൻ പാടങ്ങളും പുഴകളുമൊക്കെയായി മനസ്സിന് വല്ലാത്തൊരു കുളിർമ തോന്നിപ്പോകും. ഞങ്ങൾ ആദ്യം ബാരചുക്കിയിലേക്കാണ് പോയത്. ബാരചുക്കിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഗഗനാചുക്കി. ഇത് ബാരചുക്കി വാട്ടർഫാളിൻ്റെ ലോങ് ഡിസ്റ്റൻസ് വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ ബാരചുക്കി വാട്ടർഫാളിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ 2-3 ചെറിയ കച്ചവടക്കാർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഫുഡ്, വെള്ളം ഇതൊക്കെ കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്താണ് അകത്തേക്ക് കയറേണ്ടത്. ഒരാൾക്ക് 10 രൂപയാണ്. പാർക്കിംഗ് ചാർജ് 40 രൂപ. ഗൂഗിൾ പേ സൗകര്യമൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് കയ്യിൽ ക്യാഷ് കരുതിയിരിക്കണം. ഞങ്ങൾ ഏകദേശം 10 മണിയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. രാവിലെ ആയതുകൊണ്ടോ വേനൽക്കാലം ആയതുകൊണ്ടോ തിരക്ക് അധികം ഉണ്ടായിരുന്നില്ല. കർണാടകയിലെ മാണ്ഡ്യ ജില്ലയുടെയും ചാമരാജ ജില്ലയുടെയും അതിർത്തിയിലാണ് ഈ വെള്ളച്ചാട്ടം. കാവേരി നദി ഈ ഭാഗത്ത് വെച്ച് 2 വെള്ളച്ചാട്ടങ്ങൾക്ക് രൂപം കൊടുക്കുന്നു. ബാരചുക്കിയും ഗഗനചുക്കിയും. ഇവ രണ്ടും ചേർന്ന് ശിവാനസമുദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരേപോലുള്ള 2 വെള്ളച്ചാട്ടങ്ങളാണിവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ വെള്ളച്ചാട്ടമാണ് ശിവനസമുദ്ര. ഇതാണ് വാട്ടർഫാളിൻ്റെ വ്യൂ പോയിൻ്റ്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ വന്നെടുക്കുന്ന തിരക്കാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി മുഴുവൻ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവാണ്. പൂർണ്ണമായും ഭംഗി ആസ്വദിക്കണമെങ്കിൽ മൺസൂൺ സീസണിൽ വരണം. അത് വളരെ മനോഹരമായ കാഴ്ചയാണെന്ന് ആരോ പറയുന്നത് കേട്ടു. ഇന്ത്യയുടെ നയാഗ്ര എന്നാണ് ശിവാനസമുദ്ര അറിയപ്പെടുന്നത്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ചിലവഴിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 130 കിലോമീറ്ററും മൈസൂരിൽ നിന്ന് 70 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ളത്. ചെറിയ 1-2 കടകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുമ്പോൾ ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഫുഡ് കയ്യിൽ കരുതുകയോ ചെയ്യണം. ഇവിടെ നിന്ന് അരമണിക്കൂർ സഞ്ചരിച്ചാൽ തലക്കാട് റിവർ ബീച്ചിലേക്ക് എത്താം. ഞങ്ങളും തലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ ബോട്ടിംഗ് പോയിന്റ് ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു. നല്ലൊരു വൈബായിരുന്നു കേട്ടോ അത്. ശേഷം തലക്കാട്ടേക്ക് യാത്ര തിരിച്ചു. തലക്കാട് കാഴ്ചകളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.